എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന്റെ വനിതാ നേതാവാണ് ഷമ മുഹമ്മദ്. പക്ഷെ ആ പേര് പോലെ ഷമയല്ല അവരുടെ പ്രവർത്തനങ്ങളിൽ. ഒരു ചർച്ചയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ തല്ലുണ്ടാക്കുക. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ഒരു ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. അനാവശ്യമായ ഒരു വിവാദത്തിൽ പോയി പെട്ടിരിക്കുകയാണ്. അത് മതവുമായി ബന്ധപ്പെട്ടാണ്. മതേതരത്വ പാർട്ടിയായ കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ കടത്തിവെട്ടുന്ന രീതിയിലേക്ക് ചുരുങ്ങുകയാണോ? അതെ, ഇന്നലത്തെ ഈ ഷമ മുഹമ്മദിൻ്റെ സർഫറാസ് ഖാൻ എന്ന ക്രിക്കറ്ററെ ഇപ്പോഴത്തെ ടീമിലെടുക്കാത്തതിനെ കുറിച്ചൊരു വിവാദം അവരുണ്ടാക്കിയിരിക്കുന്നു. സർഫറാസ് ഖാൻ ഒരു ടീമിൽ കളിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക കളിക്ക് വേണ്ടിയുള്ള സെലക്ട് ചെയ്ത ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടാത്തതിന് മെറിറ്റ് ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും പരിഗണിക്കപ്പെടാതെ പോയതാണെന്ന ഒരു വിമർശനം ആരെങ്കിലും ഉന്നയിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. അത് ന്യായമാണ്, അങ്ങനെ സംഭവിക്കാറുമുണ്ട്. പക്ഷെ ഷമ മുഹമ്മദ് അതിലും വർഗീയത എടുത്തിരിക്കുന്നത്. ഈ വ്യക്തിയുടെ സർനെയിമാണോ പ്രശ്നം? ആ ഖാൻ എന്നുള്ള സർനെയിം കാരണമാണോ? അല്ല, കുറച്ച് നാളുകളായി ഈ ഇരവാദം നാം കണ്ടിട്ടുണ്ടല്ലോ. ഇടക്കാലത്ത് തട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വന്നപ്പോൾ MSF ചോദിച്ചാണ്, 1 മീറ്റർ തുണിയാണോ നിങ്ങൾ? അപ്പൊ ഈ പറയുന്ന ഖാൻ എന്നുള്ള പേരായതാണോ സംശയം എന്നാണ് ഷമ മുഹമ്മദും ഭാരതത്തിലെ ഏറ്റവും വലിയ വർഗീയ തീവ്രവാദിയായ അഷുദ്ദീൻ ഒവൈസിയും ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചവർക്കൊരു വലിയ അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയാലും ഉരുണ്ട് കളിക്കും. ഈ സർഫറാസ് ഖാൻ എന്ന് പറയുന്നയാള് മുസ്ലിങ്ങളിലെ അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഈ അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ മുസ്ലിമായിട്ട് പാകിസ്ഥാനോ സൗദി അറേബ്യയോ നമ്മുടെ ഷമ മുഹമ്മദോ ഒവൈസിയോ ഒക്കെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് പറയട്ടെ. അപ്പം അയാൾ അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, മുസ്ലിങ്ങളായിട്ട് കണക്കാക്കാത്ത ആളാണ്. ആ വിഷയം അവിടെ നിൽക്കുക. അത് ഒരു ഫാക്ച്വൽ സംഭവം. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം. ഇവിടെ പട്ടോടി തൊട്ടിട്ട് ഇങ്ങോട്ട് എത്രയോ പേര്, ഈ ടീമിലും 2 പേര് മുസ്ലിം പേരുണ്ട്. ഒന്ന് ഒരു മുഹമ്മദ് സിറാജ്, മറ്റേത് ഖലീൽ മുഹമ്മദ്. 2 കളിക്കാരെ എടുത്തിട്ടുണ്ട്. ഈ 2 കളിക്കാർക്കുള്ള എന്തെങ്കിലും ഒരു സവിശേഷത ഈ കളിക്കാരില്ലാത്തതുകൊണ്ടല്ലേ? തന്നെയല്ല, ക്രിക്കറ്റിലേക്ക് ടീം സെലക്ട് ചെയ്യുമ്പം ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഇതൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ്, പൊസിഷൻ നോക്കണം. ഓപ്പണിംഗ് ആണോ മിഡിൽ മാൻ ആണോ ഇതൊക്കെ നോക്കിയിട്ട് വേണം. ഏതെങ്കിലും സ്ലോട്ടിലാണ് വേക്കൻസി ഉള്ളതെങ്കിൽ അതിലേക്കല്ലേ പരിഗണിക്കാൻ പറ്റുള്ളൂ. അതിലിപ്പം പരിഗണിക്കുന്ന ഒരാളെക്കാട്ടിയും ഭേദപ്പെട്ട വേറെ ആളുണ്ടെങ്കിൽ അവരെ പരിഗണിക്കേണ്ടി വരും. അതൊക്കെ സെലക്ഷൻ്റെ പ്രശ്നം. ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോഴും അവസാന കളിക്കാരായിട്ട് 11 സെലക്ട് ചെയ്യപ്പെടുന്ന 15 വരണമെങ്കിൽ നമുക്കറിയാം എത്രയോ പേര് തഴഞ്ഞുപോയ ചരിത്രം ഭാരതത്തിനുണ്ട്. MS ധോണി ആവശ്യപ്പെട്ട് രാഹുൽ ദ്രാവിഡിനെയും സൗരവ് ഗാംഗുലിയെയും മാറ്റിയ ചരിത്രമുണ്ട്. കാരണം അവരെ ഫീൽഡിങ് ശരിയാവുന്നില്ല ആ പർട്ടിക്കുലർ സമയത്ത്, എന്നുമല്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. സുനിൽ ഗവാസ്കറെ കപിൽ ദേവ് മാറ്റിയെടുത്തിട്ടുണ്ട്. അതൊക്കെ വേണ്ടി വരും. അതൊരു വലിയ ജീവൻ മരണ പോരാട്ടം നടക്കുന്ന. അല്ല, അത് ഈ പുനഃസംഘടനയിൽ ഷമ മുഹമ്മദിന് ഈ സ്ഥാനം ലഭിച്ചില്ലായിരുന്നു. കറക്റ്റ് ചോദ്യമാണ്. കേരളത്തിലെ പുനഃസംഘടനയില് ഷമ മുഹമ്മദിന് ഒരവസരം കൊടുക്കാതിരുന്നത് എൻ്റെ സർനെയിമാണോ മുഹമ്മദ് എന്നുള്ള സർനെയിമാണോ പ്രശ്നമെന്ന് ചോദിച്ചാൽ അതിനകത്തൊരു ന്യായം ഉണ്ടായിരുന്നു. ആവാനിടയില്ല. ഈ അഹങ്കാരിയെ കൂടെ താങ്ങാനുള്ള ശക്തി കേണൽ RJ നായരെടുത്ത ഒരു ചർച്ചയിൽ അഹങ്കാരത്തിൻ്റെ ഭാഷ സംസാരിച്ച ഈ അഹങ്കാരിയെ ശ്രീജിത്ത് പണിക്കരെ പോലെ ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കുന്ന ഒരു ചാനൽ സംവാദകനെതിരെ എടാ പോടാ നീ എന്നൊക്കെ വിളിക്കുന്ന ഇവൾ എന്ന് ഞാൻ പറയില്ല, പക്ഷെ അങ്ങനെയാ പറയേണ്ടത്. ഈ വ്യക്തിയെ കോൺഗ്രസ്സുകാര് ഒരു പദവി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ കാരണം
അവരുടെ പേരിൻ്റെ രണ്ടാം ഭാഗത്ത് മുഹമ്മദ് ഉള്ളത് കൊണ്ടല്ല. എങ്കിലൊരു കാര്യം ചെയ്യാം, തിരിച്ച് അവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഫിറോസ് ഖാൻ ഗാന്ധിയായി പിന്നെ മാറിയെങ്കിലും ഫിറോസ് ഖാന്റെ കൊച്ചുമകൻ ആയതുകൊണ്ടാണോ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ രാഹുലിന് ഷമാ മുഹമ്മദിന് താല്പര്യം? അതുപോലെ തന്നെ ഹിന്ദു അല്ലാത്തത് കൊണ്ടാണോ തന്റെ ഇറ്റാലിയൻ ഭർത്താവ്, പേര് ഞാൻ മറന്നുപോയി, ഇറ്റാലിയൻ ഭർത്താവ്, ഒരു ക്രിസ്ത്യാനിയായ ഇറ്റാലിയൻ ഭർത്താവ് എനിക്കുള്ളത് കൊണ്ടാണ് എനിക്ക് ഹിന്ദുവായ നരേന്ദ്രമോദിയേക്കാൾ സോണിയയുടെ താല്പര്യം എന്നിവർ തുറന്നു പറയട്ടെ. ഇവർക്ക് ഹിന്ദുവിരുദ്ധ വർഗീയത ഏത് ലെവൽ വരെ ആകാം, ഏത് ലെവൽ വരെ ഹിന്ദുവിരുദ്ധ വർഗീയതയാകാം. പക്ഷേ ഇരവാദം പറഞ്ഞല്ലോ, അവർക്ക് ഈ ഇരവാദം എനിക്ക് തോന്നുന്നു അത് 2026 വരെ കാണും. കണ്ണൂർ സീറ്റ് ലക്ഷ്യമിട്ടുള്ള ഇരവാദമായിരിക്കും. കണ്ണൂരിൽ ന്യൂനപക്ഷത്തിന് കൂടുതൽ ഇപ്പോഴത്തെ കാര്യം അതല്ല. ബീഹാർ ഇലക്ഷന് കുറച്ച് മുസ്ലിം വോട്ട് കിട്ടണം. അതും പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയോട് ഒപ്പം നിൽക്കുന്ന RJDയോട് സ്വന്തം മുന്നണിയിൽ ഒപ്പം നിൽക്കുന്ന പാർട്ടി കുറച്ച് പേരുടെ വോട്ട് വേണം. അതിനുവേണ്ടി രാഹുലിന്റെ വക്താവ്, കോൺഗ്രസിനകത്തെ രാഹുലിന്റെ വക്താവ്, കോൺഗ്രസ് വക്താവെന്ന് ഞാൻ പറയില്ല, ഇറക്കിയ രാഷ്ട്രീയമാണ് ഈ ഒരു സംഗതി. ദേശീയ തലത്തിൽ ഞങ്ങൾ മുസ്ലിമിനൊപ്പമാണെന്ന് പറയുക, ഹിന്ദുവിനെതിരാണെന്ന് പറഞ്ഞാൽ അതും മുസ്ലിമിന് സന്തോഷമാണെന്നാണ് ഇവരുടെ ധാരണ. അങ്ങനെ ആയിക്കോട്ടെ. ക്ഷമയുടെ ചിന്താഗതി പുറത്തു വന്നത് അത് പലരുടെയും ചിന്താഗതിയാണല്ലോ. ഈ കളിയിലൊന്നും കാര്യമില്ല, പ്രകടനത്തിൽ കാര്യമില്ല, മതമാണ് പ്രധാനം, അല്ലേ? അതെ. കാരണം ഇദ്ദേഹത്തിന് മുൻപ് ഇടക്കാലത്ത് അവസരം നൽകിയിരുന്നു. അന്നൊന്നും മികച്ച പ്രകടനമല്ലാത്തത് കൊണ്ട്, മികച്ച ആരോഗ്യക്ഷമത ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. ആരോഗ്യക്ഷമത പറയുമ്പോൾ ഒരു കാര്യം ഓർക്കാമല്ലോ, രോഹിത് ശർമ്മയ്ക്ക് വണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അവനെ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ അങ്ങനെയല്ല സംസാരിക്കുന്നത്. സോറി, ഞാൻ ഇവിടെ നിന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം കേരള ആർജ നായരെയും ശ്രീജിത്ത് പണിക്കരെയും തോന്നിവാസം പറയാമെന്നുണ്ടെങ്കിൽ ഇവരെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ആ രോഹിത് ശർമ്മയും കാട്ടി തടിയുള്ള മനുഷ്യനാണ് ഇപ്പോൾ രോഹിത് ശർമ്മ സൂപ്പർ ഫോമില് നല്ലതുപോലെ കളിച്ച് നല്ല ക്യാപ്റ്റനായിട്ടിരിക്കുമ്പോഴാണ് പറയുന്നത് അയാൾക്ക് തടിയുണ്ട്, എനിക്കിഷ്ടമില്ല. ബോഡി ഷെയ്മിങ് എന്തൊരു അഹങ്കാരമായത്. ഇയാൾക്ക് ഈ മതമുള്ള ആൾക്കും തടിയുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ടു, ഇപ്പം ടി വിയിൽ കാണുന്നുണ്ടല്ലോ. അയാളുടെ തടി അവൾ ആഘോഷിക്കുകയാണ്, അത് അവർക്ക് സന്തോഷമാണ്. രോഹിത് ശർമ്മയുടെ തടി കൊള്ളില്ല. ശുദ്ധ വർഗീയത. ഈ വർഗീയത താങ്ങുന്ന കോൺഗ്രസ്സുകാരെയും കോൺഗ്രസിനുള്ളിലുള്ള ഹിന്ദു നാമധാരികളെയും പറഞ്ഞാൽ മതി. ഇങ്ങനെ കുറെ പേരെ തീറ്റിപ്പോറ്റുന്നുണ്ട്. ദിഗ്വിജയ് സിംഗ്, ജയറാം രമേശ്, അങ്ങനെ കുറെ പേരെ തീറ്റിപ്പോറ്റുന്ന കോൺഗ്രസ് ഉണ്ട്. വായി വരുന്നത് കോതയ്ക്ക് പോയിട്ട് ആരെക്കുറിച്ച് എന്ത് അനാവശ്യം പറയാം. കേരളത്തിലുണ്ടൊരു നായര്, വേറൊരു ജന്മമാ, ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കുക, വർഗീയതയുടെ ഭാഷ, ശുദ്ധ വർഗീയതയുടെ ഭാഷ സംസാരിക്കുക. ഈ തരത്തിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞത് കളിയായിട്ട് കാണണം. ക്രിക്കറ്റിനെ ക്രിക്കറ്റാണ്. ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് കേട്ടു, അമിത്ഷായ മകൻ ജയ്ഷാ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായിരുന്നു. ശരത് പവാർ ആയതല്ലേ? അപ്പോൾ ശരത് പവാർ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായിട്ടില്ലേ? മാധവറാവ് സിന്ധി ആയിട്ടില്ലേ? രാജേഷ് പൈലറ്റ് ആയിട്ടില്ലേ? ഇവരുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ആകാവില്ലേ? അങ്ങനെ ഒരടിസ്ഥാനവും ഇല്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 2014 ശേഷം ഇത് എങ്ങനെയാണ് ഈ മതവുമായി ബന്ധപ്പെട്ട് കെട്ടുപണിഞ്ഞ് കിടക്കുന്നല്ലോ. ഈ യൂറോപ്പിൽ ഈ ഇരവാദമുണ്ട്, ഇന്ത്യയിലെ ഇരവാദമുണ്ട്, അമേരിക്കയിലുണ്ട്. ഇത് എല്ലായിടത്തും ഒരുപോലെയാണ്, ഓരോ ചിന്താഗതിയാണ്. അതെ, ഓക്കിസം വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സംഗതി ഇടതുപക്ഷവും ലിബറലിസ്റ്റുകളും വർഗീയവാദികൾ എല്ലാം കൊടുക്കുന്ന സംഗതിയായി. അതാണല്ലോ ഇവിടെ ഈ മുസ്ലിം വർഗീയവാദികളും ഇസ്ലാം മുസ്ലിം വർഗീയവാദികളും ക്രിസ്ത്യൻ മതപരിവർത്തനവാദികളും നക്സലൈറ്റുകളും കമ്മ്യൂണിസ്റ്റുകളും എല്ലാം ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണല്ലോ. തങ്ങളുടെ മേഖല ഇരകളാണെന്ന് അവകാശപ്പെടുക, ഇരകൾ ഒന്നിക്കുന്ന സംവിധാനം ഉണ്ടാക്കുക, അതാണ് ലക്ഷ്യം. എന്നിട്ട് പറയുന്നതൊക്കെയാണ് ഈ പറയുന്ന അഹങ്കാരങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷെ ഒരു കാര്യം ഇവരെല്ലാം ഉൾക്കൊള്ളണം, ഇതല്ല സ്വന്തം പാർട്ടിക്ക് പോലും സഹിക്കാൻ വയ്യാത്ത അസഹിഷ്ണുത, അങ്ങ് ആദ്യം പറഞ്ഞ പോലെ ക്ഷമയില്ലാഴിക, അഹങ്കാരം,
സമൂഹം സ്വീകരിച്ചോടും ധരിച്ചു വച്ചേക്കരുത്. തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ശരിയല്ലേ? അയോധ്യയിൽ വിളിച്ചിട്ട് പോലും പോകാൻ തയ്യാറായിരുന്ന ആ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനത്തിനും വിളിച്ചിട്ട് പോലും പോകാതിരുന്ന രാഹുലും പ്രിയങ്കയും സോണിയയും ഒക്കെ ബാബറിന്റെ ശവകുടീരത്തില്, മുഗള ഭരണാധികാരി എന്ന ബാബറിന്റെ ശവകുടീരത്തിൽ നെഹ്റു തൊട്ട് ഇന്ദിര തൊട്ട് രാജീവ് തൊട്ട് ഈ രാഹുലും സോണിയയും വരെ പോയി നിന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചത് കൊണ്ടാണോ അവരൊക്കെ തൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന എന്തോ ഒരു ബോധ്യം, ഇവർക്കൊക്കെ ഒരു മുഗൾ പാരമ്പര്യം അവകാശപ്പെടാനുണ്ടെന്നുള്ളൊരു ബോധ്യം. ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫിറോസ് ഖാൻ എന്ന ഫിറോസ് ഗാന്ധിയുടെ കൊച്ചുമകൻ ഇതെല്ലാം കണക്കാക്കിയാണ് ഷമാ മുഹമ്മദ് അവരുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ ആ ശുദ്ധവർഗീയതയുടെ, തീവ്ര വർഗീയതയുടെ, മതമൗലികവാദത്തിൻ്റെ പേരിലുള്ള പക്ഷം പിടുത്തം നമ്മളങ്ങ് സഹിച്ചേക്കാം. പക്ഷെ ക്രിക്കറ്റിനോ ഹോക്കിക്കോ അതൊന്നുമല്ല. ഭാരതത്തിന്റെ യുദ്ധമേഖലയിലേക്ക് തോക്കെടുത്ത് പോരാടം പറഞ്ഞു വിടുമ്പം ആരും ചോദിക്കാറില്ല നീ മുസ്ലിമാണോ, നീ ക്രിസ്ത്യാനിയാണോ, നീ പാഴ്സിയാണോ എന്ന്. ആ പോരാട്ടത്തിന് കഴിവുള്ള, കമ്മിറ്റ്മെൻ്റ് ഉള്ള, ഡെഡിക്കേഷൻ ഉള്ളവരെ മറ്റും നോക്കാതെ പറഞ്ഞു വിടുന്നു. അതുപോലെ തന്നെയാണ് ക്രിക്കറ്റ് മത്സരങ്ങൾക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശുദാസിൻ്റെ പാട്ട് കേട്ടിട്ട് അത് യേശുദാസ് ഇസ്ലാമല്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഇസ്ലാമിനെ എന്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരനായിട്ട് അംഗീകരിച്ചില്ല എന്ന് ക്ഷമ ചോദിക്കുമോ? ചോദിച്ചാൽ ആളുകൾ പരിഹസിക്കത്തില്ലേ? അവരെന്നല്ല ആരെങ്കിലും ചോദിക്കുമോ? മുഹമ്മദ് റാഫിയുടെ പാട്ട്, മുഹമ്മദ് റാഫിയുടെ സർനെയിമിൻ്റെ പേരിൽ ആ പാട്ട് എനിക്ക് കേൾക്കണ്ടെന്ന് ആരെങ്കിലും പറയുമോ? അല്ല, അങ്ങനെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് പോകുന്നത്. അത് നാം ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടു. അവിടുത്തെ MP ഹൈബീഡൻ സ്കൂളിൽ ഓടിയെത്തിയിട്ട് പറയുന്നത് ഇതിന് പിന്നിൽ RSS എന്നാണ്. SDP എന്ന് പറയാൻ ഭയം, പേടിയാണ് അവിടെ. ഇത് തന്നെ. പക്ഷെ വരാൻ പോകുന്ന കാര്യം എന്നറിയോ, ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു കാര്യം ഓർക്കണം, ഇന്നത്തെ പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാർ ആ ഒരു ജില്ലയിൽ 1 district 1 product എന്ന് പറഞ്ഞ കാര്യം കൊണ്ടുവന്നപ്പോൾ മാത്രം എത്ര മുസ്ലിം കുടുംബങ്ങൾക്കാണ് പല ജില്ലകളിലും അവർക്കത് പ്രയോജനപ്പെട്ടതിന് അവരാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. എത്ര മുസ്ലിങ്ങൾക്കാണ്, ആ സമുദായപ്പെട്ടവർക്കാണ് വീട് കൊടുത്തപ്പോഴും ടോയ്ലറ്റ് സൗകര്യങ്ങൾ കൊടുത്തപ്പോഴും വിദ്യാഭ്യാസത്തിന് സാഹചര്യവും ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും വളർത്തിയപ്പോൾ പ്രയോജനപ്പെട്ടത്. എത്ര പേരാണ് അവരുടെ കൂടെ തന്നെ പട്ടിണി ഇല്ലാതായി മാറിയ സാഹചര്യം. ഇങ്ങനെ ഭാരതം മൊത്തം പുരോഗമിക്കുന്ന അന്തരീക്ഷത്തിൽ ഇവർ സ്വന്തം കൂടെയുള്ള ആ പസ്മിന്ദ മുസ്ലിംസിനെ പോലും പരിഗണിക്കാതെ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മുസ്ലിം വർഗീയതയ്ക്ക് തീ കൊടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഇപ്പം ചെയ്ത പണിയെ ഒരു നോബോളായ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ പൗളറായ പണി കൊടുത്തിരിക്കുന്ന ഷമാ മുഹമ്മദ് നടത്തിയ ഒരു നോബോളാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നോബോൾ എറിയുന്നതിന് പോലും അല്പസ്വല്പമൊക്കെ അധ്വാനവും അബദ്ധം പറ്റിപ്പോകുന്നല്ല. ഇത് നോബോൾ പോലുമല്ല, ഇത് ശുദ്ധ അബദ്ധം, അഹങ്കാരത്തിനപ്പുറം അബദ്ധവും കൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. വർഗീയതയുടെ രാഷ്ട്രീയം എന്തായാലും സ്പോർട്സിൻ്റെ മേഖലയിൽ കൊണ്ടുവരരുത്. ക്രിക്കറ്റിലാണെങ്കിലും ഏത് സ്പോർട്സ് ഐറ്റത്തിലാണെങ്കിലും അത്ലറ്റിക്സിലാണെങ്കിലും കലയുടെ ഭാഗത്താണെങ്കിലും അവിടെയൊക്കെ വർഗീയത കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ ആളാകാമെന്ന് ക്ഷമ കരുതുന്നുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൽ ഒരു സ്ഥാനം കിട്ടാതെ പോയതുപോലെ തന്നെ കാലക്രമേണ കേരളത്തിൽ ഭാരതത്തിലും ഈ വ്യക്തി അപ്രസക്തയാവുകയും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കാലിൻ്റെ അടിയിൽ ഒരു ഇറ്റാലിയൻ പാസ്പോർട്ട് കിടപ്പുണ്ടെന്നാണ് അന്ന് കേണൽ ജയനായോട് പറഞ്ഞത്. ആ കേണൽ ആർജനായോട് പറഞ്ഞ പാസ്പോർട്ട് കാലിൻ്റെ അടിയിൽ കിടപ്പുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് ഇറ്റലിയിലേക്ക് തന്നെ പോയേക്കുക. പറ്റുമെങ്കിൽ കൂടെ സോണിയയും കൂടെ കൊണ്ടുപോയിക്കൊള്ളുക, രാഹുലിനെയും കൊണ്ടുപോവുക. അത്രയും ചെയ്യാമെങ്കിൽ താങ്ക് യു ക്ഷമ എന്ന് പറയുന്നതിന് ഭാരതത്തിന് ഒരവസരം കിട്ടും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.